വെൽക്കം ബാക്ക് ടു ഫുഡ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പി എഗ് ഫിംഗർ ഫ്രൈ ആണ്. നല്ല കിഡിലൻ ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്ക് ആണ്. അപ്പൊ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായി ആദ്യം ഒരു ബൗളിലോട്ട് ഒരു 6 മുട്ട ഒഴിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ noodles മസാല, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പൊ മുട്ട നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പാനിലോട്ട് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അടുപ്പത്ത് വെച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ഹോൾഡറും കൂടി വെച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഹീറ്റായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മുട്ട മിക്സ് ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കാം. ഇനി ഇതിനെ ഒരു 20 മിനിറ്റ്സോളം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാണ് വേണ്ടത്. അപ്പൊ ഇതിവിടെ ഏകദേശം 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കൂല. അതുപോലെ തന്നെ ഒരു നൈഫ് കൊണ്ടോ അതൊരു ടൂത്ത് പിക്ക് കൊണ്ടോ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പൊ ഇതിവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനായി ഒരു മുട്ടയിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നെക്സ്റ്റ് നമ്മൾ പീസാക്കി എടുത്തിട്ടുള്ള മുട്ട ഈ മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അടുത്തതായി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പൊ എല്ലാ എഗ് ഫിംഗേഴ്സും ഞാനിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി.